നമ്മുടെ സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വളരെ നല്ല പേരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയുടെയും വീട്ടുകാരുടെയും കയ്യിരിപ്പ് കാരണം അയാളുടെ സകലമാന കഥകളും കുത്തിപ്പൊക്കുകയും അയാൾക്കുണ്ടായിരുന്ന നല്ല പേര് തന്നെ മാഞ്ഞു പോകുന്ന രീതിയിലുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കുന്നുണ്ട്. അയാളുടെ മകനായ കിച്ചുവും അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിലൂടെ അയാളുടെ തന്നെ പേരും പറഞ്ഞ് കാശുണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബക്കാരിപ്പോഴും ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരും പറഞ്ഞാണ് യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും കാശുണ്ടാക്കി ജീവിക്കുന്നത്. ഇത് വേദി കിട്ടിക്കഴിഞ്ഞാലും ഉടനെ തന്നെ അവിടെ ചാടിക്കയറി എൻ്റെ സുധിച്ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു നാടകം കളിച്ച് അതുവഴി ആൾക്കാരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യ മിടുക്കിയാണ്. എന്തായാലും നാടക നടിമാരെ പോലും വെല്ലുന്ന രീതിയിൽ അത്യാവശ്യം നല്ല മികവോടെയാണ് പുള്ളിക്കാരിയുടെ അഭിനയം. സുധിയുടെ മകൻ്റെയും രേണു തങ്കച്ചൻ്റെയും യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. എല്ലാ 1.5 മാസം കൂടുന്തോറും ഇവർ രണ്ടുപേരും ഇതുപോലൊരു വിവാദവുമായി വരുന്നുണ്ട്. മെയിൻലി കിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ ഇടും, അതിൽ മൂന്നാമത്തെ ഭാര്യയായ രേണുവിനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കും. അതിനുശേഷം രേണു അതും പിടിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യും. പിന്നെ നാട്ടിലെ എല്ലാ യൂട്യൂബേഴ്സും അതിനെ ഒരു വിഷയമാക്കിക്കൊണ്ട് ആ ഒരു 1.5 മാസം നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കും. എന്തായാലും മകനായാലും ഭാര്യയായാലും അച്ഛൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇനിയെങ്കിലും ഈ വിഷയമൊക്കെ നിർത്തിക്കൂടെ എന്ന് നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സാണ് ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത്, അല്ലാതെ ഞാനൊന്നുമല്ല എന്നാണ് രേണുവിൻ്റെ മറുപടി. എന്തായാലും ഇതിൽ നിന്ന് നല്ല രീതിയിൽ കാശ് കൊയ്യുന്നതും നമ്മുടെ രേണു തന്നെയാണ്. ഇപ്പോൾ ദേ സബ്സ്ക്രിപ്ഷൻ ബട്ടണും കൂടെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിലാണ് രേണുവിൻ്റെ കൊയ്ത്ത്. എന്തായാലും അമ്മയും മകനും ഈ മാസം തന്നെ ഒരു 10-12 ലക്ഷം രൂപ ഇതിൻ്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കിച്ചുവിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ വിഷയങ്ങളെപ്പറ്റി 20% മാത്രമേ കിച്ചു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആ വീഡിയോയിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി 80% പുള്ളിക്കാരൻ പല പല ഘട്ടങ്ങളായിട്ട് ഇടുന്നതായിരിക്കും. കാരണം അങ്ങനെയൊക്കെ ഇട്ടാലല്ലേ രണ്ടുപേർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം കിച്ചു ഒരു വീഡിയോ ഇടും, അതിൻ്റെ തൊട്ട് പിന്നാലെ വന്ന് നമ്മുടെ രേണു ഒരു വീഡിയോ ഇടും, പിന്നെ അതൊരു നാടകം പോലെ തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ കിച്ചുവിൻ്റെ വീഡിയോയിൽ ഒരു വ്യക്തിയെപ്പറ്റി കിച്ചു എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ അനൂപ് ജോൺ. നീ ഇത്രയും വലിയ നാറിയായിരുന്നോ എന്നാണ് ആ വീഡിയോ കണ്ട ശേഷം എല്ലാവരും ചോദിക്കുന്നത്. ഒരു മരണ വീട്ടിൽ പോകുന്ന സമയത്ത് DJ പാട്ടും ഇട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി നല്ല വൃത്തിയായിട്ട് വെട്ടി വിഴുങ്ങിയ ശേഷം ഒരു നാടകം പോലെ TV-കാരുടെയും യൂട്യൂബേഴ്സിൻ്റെയും മുമ്പിൽ വന്ന് കരഞ്ഞു മെഴുകി അയ്യോ എൻ്റെ സുധി പോയേ എൻ്റെ സുധി പോയേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച ആ നാറിയാണ് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കിച്ചുവിൻ്റെ കൂടെ നാടകം കളിച്ചത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് നാടക നടന്മാരും നടിമാരുമുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് സങ്കടം പറയുമ്പോൾ അത് കണ്ട് മനസ്സലിവ് തോന്നി നമ്മളെല്ലാവരും അവരെ പോയി സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലിരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയാണ്. അവർക്കെല്ലാം ഇതിൽ നിന്ന് നല്ല രീതിയിൽ കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ഫെയിം ഉണ്ടാക്കണം. അല്ലാതെ മരിച്ച വ്യക്തിയോട് യാതൊരു ബഹുമാനവുമില്ലാതെ അവരുടെ ഇഷ്ടാനുസരണം വെട്ടി വിഴുങ്ങി അല്ലെങ്കിൽ സുഖിച്ചു പോയിട്ട് ആ മരണച്ചടങ്ങിൽ പങ്കെടുത്ത് അതിൽ നിന്നൊരു പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ അനൂപ് ജോണിനെ പോലുള്ള വ്യക്തികളെ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും കിച്ചുവിൻ്റെയും അമ്മയുടെയും നാടകം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ 1.5 മാസം കൂടുമ്പോഴും അവർ രണ്ടുപേരും ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരും. അതിൽ നിന്ന് അവർ രണ്ടുപേരും നല്ല രീതിയിൽ കാശുമുണ്ടാക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണെങ്കിൽ യാതൊരു ഗുണവുമില്ല. എന്തായാലും മരിച്ചുപോയ വ്യക്തിയുടെ പേരും പറഞ്ഞ് വീട്ടുകാർ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഈ വൃത്തികെട്ട പരിപാടി നിർത്തിയിട്ട് മാന്യമായി ജീവിക്കാൻ നോക്കൂ.